മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇന്ന് കാഴ്ചപ്പാട് ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ്. വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ദീർഘകാലമായി അടിമാലിയുടെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂപടത്തിൽ അതിശക്തമായി അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു ശ്രീ ജോൺ പറ്റാസ്. പക്ഷേ ഏറെക്കാലമായി അദ്ദേഹം വീട്ടിലൊതുങ്ങുകയാണ്. ഫാമായും ഒപ്പം തന്നെ കൃഷിയായും ഒക്കെ ആയിട്ട് ഒതുങ്ങുകയാണ്. എന്തായിരുന്നു ദീർഘകാലമായി അദ്ദേഹം മൗനം അവലംബിച്ചത്? ആദ്യം അതിലേക്കാവട്ടെ. എന്തായിരുന്നു ഏറെക്കാലം അതിശക്തമായി രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും അടയാളപ്പെടുത്തിയ അങ്ങ് പെട്ടെന്ന് മൗനത്തിലേക്ക് വഴുതിയത്? ഞാൻ മൗനിയല്ല, മൗനമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോണതാണ്. ഞാൻ പിന്നെ ഇവിടത്തെ കഥകൾ തുടങ്ങണമെന്ന് വരികയില്ല. 1948 മുതലുള്ള എൻ്റെ പിതാവ് ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും ശകലം. അന്ന് ഇത് മുഴുവൻ മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ സർക്കാർ വെട്ടിയെടുത്ത വെറും തരിശായിരുന്നു. ഒറ്റ മരം പോലും ഈ മന്നാങ്കണ്ടം എന്ന് പറയുന്ന പ്രദേശത്ത് അന്നുണ്ടായിരുന്നില്ല. 1935 അത് നടന്നത്. അതിനുശേഷം പരസ്യമായ ലേലം വിളിച്ച് ആളുകൾക്ക് കൊടുത്ത് അങ്ങനെയാണ് ഇവിടെ കൃഷിക്ക് ആൾ കയറിയത്. അപ്പോൾ 48 സ്ഥലം ഞങ്ങളുടെ കൈവശം വന്നെങ്കിലും 52 ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിക്കറിട്ട് നടക്കുന്ന പ്രായം, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അന്ന് വന്നപ്പോൾ ഒരു പുല്ല് മേഞ്ഞ വീടാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അതിനകത്ത് വലിയ പത്താഴവും ആ പത്താഴത്തിൻ്റെ മുകളിൽ കിടപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ അന്നത്തെ ജീവിതം. അന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ മന്നാങ്കണ്ടം പ്രദേശത്ത് എത്ര വീടുണ്ടെന്ന് ഏകദേശം എണ്ണി അറിയാമായിരുന്നു. സന്ധ്യ ആവുമ്പോൾ എല്ലാവരും വീട്ടിൻ്റെ ഇറയത്ത് വിളക്ക് കത്തിക്കും. ആ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കെണ്ണി നോക്കാൻ പറ്റും. കാരണം യാതൊന്നും അതിനെ തടയുന്നില്ല, ഒരു മരം പോലും ഇല്ല. അപ്പം പിന്നെ അങ്ങനെ ഒരു മരത്തിന്റെ നിഴൽ പോലും ഇല്ല. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് അങ്ങനെ നോക്കി എത്ര വീടുണ്ടെന്ന് ഞാൻ ചുമ്മാ തമാശക്കൊക്കെ എണ്ണി നോക്കിയിട്ടുണ്ട്. ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ വിളക്ക് കത്തുന്ന വീടിന്റെ ഇറയത്ത് മുനിഞ്ഞു കത്തുന്ന വിളക്കുകൾ, അകലങ്ങളിൽ കാണുന്ന ഈ വിളക്കിന്റെ വെട്ടങ്ങൾ, അത് എണ്ണിയാണ് തീരുമാനിക്കുന്നത്. അതെ, അന്നത്തെ കാലത്ത് സന്ധ്യ ആവുമ്പോൾ ഉമ്മറത്ത് വിളക്ക് വെക്കുക എന്നുള്ളത് സകല ജാതി മതസ്ഥരുടെയും ഒരു സ്വഭാവമാണ്. എല്ലാവരും വിളക്ക് വെക്കും ആളുണ്ടെങ്കിൽ. അത് നമ്മുടെ ഒരു ഭാരതീയ പാരമ്പര്യത്തിന്റെ അല്ല, ഇപ്പോഴില്ലല്ലോ ഇത്. ആ പാരമ്പര്യം ഇപ്പോഴില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നു. സന്ധ്യാവിളക്ക് വെക്കുന്ന ഒരു ഹൈന്ദവ പാരമ്പര്യം ഇപ്പോഴും ഉണ്ട്. ഹൈന്ദവ പാരമ്പര്യമൊന്നുമല്ല, അന്ന് എല്ലാ ജാതി മതസ്ഥരും അത് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ അതത്രയും. പിന്നീടുള്ളത്, ഞാൻ മൂവാറ്റുപുഴ പഠിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ IAF-ന്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടി. വിമാനം പഠിക്കാൻ സാധിച്ചു. സർക്കാർ IAF-ന്റെ സ്കോളർഷിപ്പിൽ വൈമാനിക ലൈസൻസ് എടുക്കാൻ ഇടവന്നു. പക്ഷെ അത് തുറന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതിന് കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ വിമാനങ്ങളില്ല. അതുകൊണ്ട് കൂടുതൽ പൈലറ്റുമാരെ ആവശ്യം ഉണ്ടായില്ല. ഏത് വർഷമായിരുന്നു അത്? അത് 64 ചൈന യുദ്ധമൊക്കെ കഴിഞ്ഞ് നെഹ്റുവിന്റെ മരണവും കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ പരാജയപ്പെടാൻ കാരണം എന്താണ് എന്നുള്ളത് വിശകലനം ചെയ്തപ്പോൾ വിദഗ്ധന്മാർ വിശകലനം ചെയ്തത് ആവശ്യത്തിന് വ്യോമ സപ്പോർട്ട് ആർമിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ല സാർ, ഈ വ്യോമ സപ്പോർട്ട് മാത്രമല്ലല്ലോ, മൊത്തത്തിൽ നമുക്ക് ബാക്കിയൊക്കെ ഒരുമാതിരി ആർമിയൊക്കെ ശക്തമായിരുന്നു. പക്ഷെ വ്യോമ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറി അവർ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് തിരിച്ചടിക്കാൻ. 64 വിമാനം പറത്തി. 64 നവംബർ മുതൽ 65 ഫെബ്രുവരി വരെ ആയിരുന്നു എന്നായിരിക്കുന്നു. എന്നാ എൻ്റെ ഏകദേശം ഓർമ്മ. എന്തുകൊണ്ടാണ് ആ രംഗത്ത് പിന്നെ തുടരാതെ പോയെന്ന് വെച്ചാൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയതാണ്. ആ സ്കോളർഷിപ്പ് പഠിപ്പിച്ച് ആളുകൾ ജോലിക്ക് വിളിക്കും എന്നാണ് നമ്മൾ ധരിച്ചത്. സർവീസിലേക്ക് പിന്നെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ IAS-ലേക്ക് ഒന്നും പോയിരുന്നത്? IAS-ഉമായിട്ട് ബന്ധമില്ലല്ലോ അതിന്. ഇത് വിമാനം പറപ്പിക്കുന്ന പരിപാടിയല്ലേ, അത് മാത്രമേ ഉള്ളൂ. അതെ, അന്ന് IAS എങ്ങനെയാന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. അപൂർവ ചിലർക്കൊക്കെ IAS കിട്ടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, IPS കിട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് ആർക്കും തന്നെ, നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ആർക്കും തന്നെ ഗ്രാഹ്യമില്ല. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത്. ഇതിന്റെ IAS-ന്റെ ഒക്കെ തുടക്കകാലമല്ലേ. സ്കോളർഷിപ്പ് കിട്ടിയ അതിന്റെ കോഴ്സും പൂർത്തിയായി കഴിയുമ്പോൾ
നമുക്ക് ആ രംഗത്ത് തുടരുന്ന കർശനമായ നിർദ്ദേശങ്ങളൊന്നുമില്ല. അവര് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മൾ പെനാൽറ്റി കൊടുക്കണം. അത് ശരി. അതിന് ബോണ്ടുണ്ട്, ബോണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വിളിക്കും, നമ്മൾക്ക് അത് ഉറപ്പല്ലേ. പക്ഷെ കുറച്ചു നാൾ നോക്കിയിരുന്നിട്ടും വിളി വരുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വേണ്ടത്ര വിമാനങ്ങൾ വ്യോമസേനയ്ക്കില്ല. അതാണ് അങ്ങ് സൂചിപ്പിച്ചത്. അതെ, വേണ്ടത്ര വിമാനങ്ങൾ വ്യോമസേനയ്ക്കില്ല. ഞങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡുള്ള ചെറുപ്പക്കാര് ഇന്ത്യയിലുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ബൈബിളിൽ പറയുന്ന പോലെ വിളവധികം കൂലിക്കാരില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് പൈലറ്റുമാരുണ്ടായി, പക്ഷെ ആവശ്യത്തിന് വിമാനങ്ങളില്ലാതെ ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് സ്വാഭാവികമായിട്ട് അവർ വിളിക്കാൻ ഇടവന്നില്ല. അപ്പൊ അന്നേരം ഞാൻ എൻ്റെ പഠനം തുടർന്ന് ബികോം പാസ്സായതിനു ശേഷം ഞങ്ങളുടെ കുടുംബ ബിസിനസ്സിൽ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ തറവാട് കുടുംബങ്ങളൊക്കെ മൂവാറ്റുപുഴയാണ്. അപ്പൊ അന്ന് ചേട്ടന്മാരാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ കൂട്ടത്തിൽ കുറച്ചു കാലം കൂടി. അത് കഴിഞ്ഞ് ഇവിടെ കൃഷിയിലേക്ക് വരേണ്ടി വന്നു. കാരണം അപ്പനാണ് കൃഷി നോക്കിയിരുന്നത്. അപ്പന് സുഖമില്ലാതെ വന്നപ്പോൾ somebody has to come over here to look after all these things. അങ്ങനെ വന്നു. അതെ, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കൃഷിക്കാരനായി. അത് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കൃഷിക്കാരൻ എന്ന നിലയിൽ വലിയൊരു മേൽവിലാസം അങ്ങേക്കുണ്ട്, അക്കാര്യം സംശയമൊന്നുമില്ല. ഇവിടെ ഈ കൃഷിയും രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോയല്ലോ. എന്തായിരുന്നു അതിന്റെ ഒരു രസതന്ത്രം? അത് ഞാൻ മൂവാറ്റുപുഴ വെച്ച് തന്നെ പൊതുരംഗം എന്ന് പറഞ്ഞാൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പൊതുരംഗത്തായിരുന്നു. അന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു മൂവാറ്റുപുഴ. ഓർത്തഡോക്സ് സഭയുടെ അന്ന് ഓർത്തഡോക്സ് യാക്കോബായ സഭയാണ്. തിരിഞ്ഞിട്ടില്ല? അല്ല, തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് യാക്കോബായ സഭയുടെ വിഭാഗത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമൊന്നും അല്ല, അങ്ങനെ സന്ദർഭവശാൽ അങ്ങനെ വന്നു. പിന്നെ സഭ 58 സമാധാനം ഉണ്ടായി. സഭ തമ്മിൽ യോജിച്ചു, വഴക്കടിച്ച് നിന്നവര് അങ്ങനെ യോജിച്ചു വന്നപ്പോൾ പിന്നെ ഒന്നിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിച്ചു വന്നപ്പോൾ ഉള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം ഞാൻ ആമക്തനായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത രീതിയായിട്ട് മാറിപ്പോയി. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ചെറുപ്പം മുതലേ വീട്ടുകാരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ കോൺഗ്രസ് മനോഭാവത്തിലേക്ക് വന്നു. അടിമാലിയിൽ കോൺഗ്രസ് വളരെ ശക്തമായിരുന്ന ഒരു സമയത്ത്, വളരെ ശക്തമായി കോൺഗ്രസിന് അടിമാലിയിൽ ഒരു മേൽവിലാസം ഉള്ള കാലത്ത് അങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഒപ്പം DCCL ആയിട്ടുണ്ട്, ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ പ്രവർത്തനം അവസാനിപ്പിച്ചത്? സുപ്രഭാതത്തിലൊന്നും അല്ല, എത്രയോ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട്. അത് പറയുന്നത് ഭംഗി അല്ലെങ്കിൽ ഞാൻ പറയാതിരിക്കാൻ പാടില്ല എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒന്നും നേടാനായിരുന്നില്ല. എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കണം, ആളുകളിൽ ഉണ്ടാക്കണം, ആളുകളുടെ ചിന്താരീതിയിൽ ഉണ്ടാക്കണം, ആളുകളുടെ മനോഭാവത്തിൽ ഉണ്ടാക്കണം. ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിലേക്ക് ആളുകൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഒരു എന്നാ പറയാ, ഒരു സ്വദേശം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഉദ്ദേശമില്ല എന്ന് പറയേണ്ടി വരില്ല. സ്വദേശം എന്നല്ല പറയണ്ടേ, വേറെ എന്തെങ്കിലും ആയിരിക്കും പറയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഞാൻ 2000 ആണ്ട് വരെ നടത്തി വന്നത്. അത്രയും കാലത്തിനിടയ്ക്ക് 70 മുതൽ 2000 വരെയുള്ള 30 കൊല്ലക്കാലം കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ചിന്താഗതി ഉൾക്കൊള്ളുന്ന ആളുകൾ വളരെ വിരളമാണ്. അങ്ങനെ വിരളമാകുന്ന അവസ്ഥയിൽ പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. ഈ ഒറ്റപ്പെട്ടതിനെ നമ്മൾ കഷ്ടപ്പെടുത്തി എന്തായാലും ചേഞ്ചസ് വരുത്താൻ എന്നെ കൊണ്ടാവില്ല എന്നും എനിക്ക് മനസ്സിലായി. തനിയാവുന്ന അവസ്ഥയുണ്ടല്ലോ, അതായിരുന്നു അങ്ങേക്ക് സംഭവിച്ചത്. അങ്ങനെയാണ് താത്വികമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ I became quite dissatisfied from the public, from the parties, from the churches, from all other organizations. ഓഹോ, രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല, അങ്ങ് വ്യാപരിച്ച, അങ്ങ് സഞ്ചരിച്ച സർവ്വ മേഖലകളിൽ നിന്നും ഒരു വിടുതലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ശരി. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും വളരെ സജീവമായിട്ട് മറ്റു മേഖലയിലേക്ക് നിൽക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്യും. ഇപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് നല്ല കൃഷിക്കാരൻ നല്ല പേര് കിട്ടി, കൃഷിക്കാരനുള്ള അവാർഡ് കിട്ടി. അങ്ങനെ സ്പൈസസ് ബോർഡ് മെമ്പറായി. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ
എക്സിക്യൂട്ടീവിൽ വന്നിട്ടുണ്ട്. ഈ ഇതൊന്നും രാഷ്ട്രീയം കൊണ്ടല്ല എന്നുള്ളതാണ് തമാശ. ഈ കെ കരുണാകരനെ പോലെ അതിശക്തിമാനായ ഒരാൾ കേരളം ഭരിക്കുക, എ കെ ആന്റണിയെ പോലെ ഒരാൾ ഭരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ ഒരു കാലം ഉണ്ടല്ലോ. അവരുടെയൊക്കെ ഒരു കാലത്തായിരുന്നു അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലേ? ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് കെ കരുണാകരനുമായിട്ടൊക്കെ ഒരു അടുപ്പം സ്ഥാപിച്ചിരുന്നുവോ? ഉണ്ടായിരുന്നു. അത് പക്ഷേ അപ്പോഴും ഒക്കെ ഉള്ള ഒരു കുഴപ്പം എന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അവരെ ഒന്നും അവരുടെ മുമ്പിൽ കംപ്ലീറ്റ് സബ്ലിമേഷൻ എന്നെ കണ്ടാവില്ലായിരുന്നു. അതാണ് പലപ്പോഴും ആന്റണിയായിട്ട് ഞാൻ തർക്കിച്ചിട്ടുണ്ട്, വയലാരവിയായിട്ട് തർക്കിച്ചിട്ടുണ്ട്. കരുണാകരനുമായിട്ട് അങ്ങനെ തർക്കിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. കാരണം അത്രയ്ക്ക് സംവദിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. അല്ല, അതങ്ങനെയുള്ള സംവാദത്തിനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. ഇത് സംവാദത്തിനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ തർക്കം ഉണ്ടാവുമ്പോൾ ഇവര് എല്ലാവരും അപ്രീതരാവും. അങ്ങ് അവരുമായിട്ട് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ലല്ലോ, അങ്ങ് ഇടപെടുന്ന സർവ്വ മേഖലയിലും തർക്കിക്കുന്ന പ്രത്യേകിച്ച് ഒരു താർക്കിക മുഖം ഉണ്ടാക്കി. അതെനിക്കറിഞ്ഞുകൂടാ, ബാക്കിയുള്ളവർ പറയാം. അതെന്തുകൊണ്ടായിരിക്കും? മറ്റുള്ളവരുടെ ആശയങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ? അല്ല, അതുകൊണ്ടല്ല. ഗാന്ധിജിയിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കണമെന്നാണ്. അത് അങ്ങനെ എത്ര പേര് സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗാന്ധിജി അത് ഇത് ചെയ്തു, അതുകൊണ്ട് അത് അനുകരിക്കണം എന്നൊക്കെ പറയും. ഞാൻ വാസ്തവത്തിൽ ഗാന്ധിജിയെ അനുകരിക്കുന്നു, ഇറച്ചി തിന്നാതിരിക്കുന്നതിലോ കള്ളു കുടിക്കാതിരിക്കുന്നതിലോ അല്ല. ഗാന്ധിജി സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു, ആ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചിന്തിക്കും. അത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നതാണെങ്കിൽ ചെയ്യില്ല. ചിന്തയിലെ കാര്യങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്യുന്നു. അതെ, അത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ ടു അതേഴ്സ്, അത് സംഭവിക്കരുത് ഒരിക്കലും. അതെ, ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അത് നെഹ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഈ തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ, ആക്ഷൻ വിത്തൗട്ട് തോട്ട് ഈസ് ഫോളി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ആ കാര്യത്തിൽ അങ്ങയുടെ പല ചിന്തകളും ചെയ്തികളും അതിനോട് കൂടുതൽ യോജിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വതന്ത്ര ചിന്താഗതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അടിമാലിക്കാർക്ക് പെട്ടെന്ന്, പഴയ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും അടിമാലി ഫെസ്റ്റ്. അതിന്റെ ബീജാഭാവം ഞാനായിരുന്നു എന്നാണ് ഞാൻ അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു. എന്തായാലും പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അതുപോലെ അടിമാലിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം, അതിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത്, പുറമേ നിന്ന് വരുന്നവർ പറയുന്ന ഇതുപോലത്തെ ഒരു ജനകീയ ആഘോഷം, ഓഗസ്റ്റ് 15 ആഘോഷം ഇന്ത്യയിൽ വേറെ എങ്ങുമില്ല എന്നാണ്. ദാറ്റ് ഈസ് യുണീക്ക് ഇൻ ഇന്ത്യ. അതുപോലെ വേറെയും പലതും ഉണ്ട്. അക്കാര്യത്തില് ഈ ജോൺ പൊറ്റാസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകന്റെ ഈ പങ്കാളിത്തത്തെ അടിമാലിയിൽ ആർക്കും എഴുതി തള്ളാനാവില്ല, ഓർമ്മിക്കാതിരിക്കാനും ആവില്ല. അക്കാര്യം സംശയമില്ല. അങ്ങ് സൂചിപ്പിച്ച ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഗംഭീരമായി, ഒരുപക്ഷെ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത രീതിയിൽ അതിശക്തമായി തുടരുന്നുണ്ട്. അതൊരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ ദിനം തന്നെയാണ്. മറ്റൊന്ന്, അങ്ങ് കേവലമായൊരു ഫെസ്റ്റ് അല്ലല്ലോ നടത്തിയത്. ആ ഫെസ്റ്റിൽ ഒരു സാംസ്കാരിക മുഖം അടിമാലിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഒരു വ്യാപാര മുഖവും തുറന്നു. എങ്ങനെയായിരുന്നു അതൊക്കെ? ടൂറിസം വശവും തീർച്ചയായിട്ടും കാരണം ഈ ഇടുക്കി ജില്ലയില് ആദ്യമായിട്ട് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരു വീഡിയോ പ്രദർശനം നടത്തി. എടുത്തിട്ട് അത് അന്ന് 2 ചാനല് മലയാളത്തിലുള്ളൂ. അത് ഒന്ന് ദൂരദർശനും ഏഷ്യാനെറ്റും. ഇത് രണ്ടിലും അരമണിക്കൂർ വീതമുള്ളത് സംപ്രേഷണം ചെയ്തു. അതിൻ്റെ കാശ് മുഴുവൻ, ചെലവ് വന്നത് മുഴുവൻ നല്ലവരായ ആളുകൾ പരസ്യത്തിനായിട്ട് തന്നു, ഈസ്റ്റേൺ മീരാനൊക്കെ ഉൾപ്പെടെ. അങ്ങനെയാണ് അത് ഭംഗിയായിട്ട് നടന്നത്. സത്യത്തിൽ അടിമാലിയുടെ മൂന്നാറിൻ്റെയൊക്കെ ഒരു ടൂറിസം മേഖല തുടരുന്നതിൽ, നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടം ഒക്കെ തുടരുന്നതിൽ ഈ ഫെസ്റ്റ് വലിയ പങ്കുവച്ചു അല്ലേ? ചീയപ്പാറ വെള്ളച്ചാട്ടം നവീകരിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ അനുവദിച്ചു. അത് അവിടെ ചെലവഴിച്ച് അവിടെ പോൾസ്, പൈപ്പ് കുഴിച്ചിട്ട് ആളുകൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ പാകത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ആ കാലത്ത് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഫോറസ്റ്റുകാർ അവിടെയെല്ലാം പൂട്ടിക്കളഞ്ഞു. അതുപോലെ അടിമാലി വെള്ളച്ചാട്ടത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചു, മുകളിൽ വരെ കയറിപ്പോവാൻ വഴിയും നടക്കല്ലും എല്ലാം സഹിതം. പക്ഷെ അത് പ്രയോജനപ്പെട്ടില്ല. അത് ഉപയോഗിക്കാൻ
പഞ്ചായത്ത് അധികൃതർ അന്നത്തെ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാതെ വന്നുകൊണ്ട് ആ ഫണ്ട് ലാപ്സായി. പഞ്ചായത്തിന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇതിന്റെ ഇടയിൽ എപ്പോഴോ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നോ, പ്രസിഡന്റ് ആയോ? ഇല്ല, പ്രസിഡന്റ് ആയില്ല. 78 മുതൽ 83 83 വരെ ഈ മന്നാങ്കണ്ടം പഞ്ചായത്തിൽ 6-ാം വാർഡിനെ പ്രതിനിധീകരിച്ചു. എങ്ങനെയായിരുന്നു ആ അനുഭവം? അതൊരു വല്ലാത്ത എന്നാ ഒരു പറയാ, ഒരു ഹൈലി എക്സിലറേറ്റിംഗ് എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ അന്ന് യാതൊരു താല്പര്യവും മുൻകൂർ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചുറ്റുപാടുള്ള ആളുകൾ കൂടി ജോണിച്ചേട്ടൻ നിൽക്കണം എന്ന് പറഞ്ഞു, നിർത്തി. എൻ്റെ ചിഹ്നം ആന ചിഹ്നമായിരുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമല്ല. അതെന്താണ് അങ്ങനെ വന്നത്? അന്നത് ഞാൻ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനല്ല. അല്ല. എന്നിട്ട് ജയിക്കുകയാണ് ചെയ്തത്. എന്റെ തൊട്ടടുത്ത് വന്ന 2 പേർക്ക് കിട്ടിയ വോട്ട് ഒന്നിച്ചു കൂട്ടിയാൽ പോലും എനിക്ക് ഭൂരിപക്ഷം വന്നു. ആ തരത്തിലേക്കാണ് രാഷ്ട്രീയ രംഗത്തിലെ കവാടമായത്. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എൻട്രി അതായത്. അങ്ങ് രാഷ്ട്രീയത്തിൽ വന്ന് പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഓർമ്മയിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശക്തമായി നിന്ന സമയമായിരുന്നല്ലോ. അടിമാലി രാഷ്ട്രീയത്തിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. പക്ഷെ അങ്ങ് അതിന്റെ ഒരാളായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ നിൽക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ. അല്ലാണ്ട് നമുക്ക് മറ്റേ ആളുടെ വിരോധമൊന്നുമില്ല. വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്നെ വേണ്ട, പേടിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവർ എന്നെ അവഗണിച്ചു, അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ലാത്തവനായിരുന്നിരിക്കാം. അവരെ സംബന്ധിച്ചോളം അവരെ അടുപ്പിക്കില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വിഭാഗത്തിലാവും. ഈ ചിന്തകളിലെ പുരോഗമനം, ഒപ്പം തന്നെ നവോത്ഥാന ചിന്തകൾ, ഒപ്പം തന്നെ പരിവർത്തനോന്മുഖമായ ഒരു മനസ്സ്, ഇതെല്ലാം ഉള്ള ആൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതായത് ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടിയിരുന്ന ആളായിരുന്നു തോന്നുന്നു. അല്ലല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലല്ലാന്ന് ഞാൻ പറഞ്ഞത് തിരുത്തുന്നു. അങ്ങനെയല്ല, അതിൻ്റെ മാനത്തിന് വ്യത്യാസമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടേതോ അല്ലെങ്കിൽ CPIയുടെയോ RSPയുടെയോ കുത്തകയൊന്നും അല്ല. നമ്മുടെ ഇവിടെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ അങ്ങനെ ആളുകൾ ധരിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അല്ല എന്ന് പറഞ്ഞത്. ആ തരത്തിൽ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള സമൂഹം. അങ്ങനെയാണ്. അപ്പൊ ഞാനും അങ്ങനെയാണ്. അത് വലിയൊരു ദോഷമാണ് ഈ രാജ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് 2 അഭിപ്രായവും ഇല്ല. ഗാന്ധിജി, നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഇടതുപക്ഷ മുഖം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? ഇടതുപക്ഷ മുഖം നഷ്ടപ്പെട്ടതാണ് നല്ലത്. അത് ഒരു കാലത്ത് ആവശ്യമായിരുന്നു. ആ ആവശ്യം ഉണ്ടായിരുന്ന കാലത്ത് അത് ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. വാസ്തവത്തിൽ നരസിംഹറാവു എന്ന മഹാൻ, ഞാൻ അദ്ദേഹത്തെ വളരെ വലിയ മഹാനായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനം കൊണ്ടാണ് ഇപ്പോൾ ലോകം പോകുന്ന മാതിരി ആ ലൈനിൽ സഞ്ചരിക്കാൻ ഇന്ത്യക്കാകുന്നത്. അതിന് ഇവിടെ വളർച്ചയുടെ അടിത്തറമാകിയത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടത് നെഹ്റുവിൻ്റെ സോഷ്യലിസമാണ്. അതേസമയം അതിൻ്റെ ഒരു പരിധിയുണ്ട്. 90 ആയപ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യം പിന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. ഇവിടെ അരി ഉണ്ടായിരുന്നില്ല, തുണി ഉണ്ടായിരുന്നില്ല, പണി ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യയാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് തരക്കേടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പിടിച്ചു കയറ്റാൻ അല്ലെങ്കിൽ എടുത്ത് ചാടിക്കാൻ നരസിംഹറാവുവിനെ കണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വളരെ വലിയൊരു മുമ്പ് രാജീവ് ഗാന്ധിക്കും കുറെ കഴിഞ്ഞില്ലേ? രാജീവ് ഗാന്ധിക്ക് ഉറച്ച അത്രയും ശക്തമായൊരു തീരുമാനം ആയില്ല. അത്രയ്ക്ക് പാകപ്പെട്ടിരുന്നില്ല അന്നത്തെ രാഷ്ട്രീയം. തിരിച്ച് വീണ്ടും അടിമാലിയിലേക്ക് തന്നെ വരാം. ഈ ഫെസ്റ്റ് എന്ന് പറയുന്ന അടിമാലിയിലെ ഈ സംവിധാനം, അടിമാലി ഫെസ്റ്റ് എന്ന് പറയുന്നത് ഈ രംഗത്ത് ഒരു വല്ലാത്ത കുതിച്ചുചാട്ട അടിമാലി വ്യാപാര രംഗത്ത്, ടൂറിസം രംഗത്ത് ഒക്കെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഉണ്ടായതാണ്. എന്താണ് അത് കുറെ കഴിഞ്ഞപ്പോൾ നിന്നുപോയി? അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം അടിമാലി ടൂറിസം ഫെസ്റ്റ് സ്ഥിരമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ടാക്കിയത്, അറ്റാഡ്സ്. അതിനകത്ത് ജോസും ഒക്കെ അംഗമായത്. അതിൻ്റെ ആദ്യത്തെ കുറെ കാലത്തെ അമരക്കാരൻ ഞാനായിരുന്നു. പക്ഷേ അപ്പോഴും അടിമാലിയിലെ മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളും അതിനകത്തുണ്ടായിരുന്നെങ്കിലും അടിമാലി ഫെസ്റ്റ് നടത്തിപ്പിന് വേണ്ടത്ര പിടിപ്പില്ലാത്ത ആളുകൾ പലരെയും ഈ ആളുകൾ തിരഞ്ഞെടുത്തു വെച്ചു. അതായത്
അധ്യക്ഷനായിട്ടിരിക്കും, ഉം. ഞാനെല്ലാം നിയന്ത്രിക്കും, നിങ്ങളെല്ലാം കൊണ്ടുവന്നു എന്നുള്ള രീതി. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും കൂടി ഒരാളുടെ പേര് പറഞ്ഞാൽ ആ ആളെ ആക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ആളുകൾ അടിക്കടി വരികയും പിന്നീട് അതിന്റെ പ്രസക്തി അതിന്റെ സാമ്പത്തിക അടിത്തറ തകരുകയും ചെയ്യും. അതാണ് അറ്റാച്ച്സിന്റെ സാമ്പത്തിക അടിത്തറ. അങ്ങനത്തെ 2-3 കൊല്ലം കൊണ്ട് തകർന്ന് ഈ അറ്റാച്ച് തന്നെയാണ് സ്വാതന്ത്ര്യദിനം നടത്തുന്നത്. പക്ഷെ അതിന് കാശ് മുടക്കില്ല. അതിനെല്ലാ ഓരോ സംഘടനകളും അവരവരുടെ രീതിക്ക് വരുന്നു, അവർക്ക് സമ്മാനം കൊടുക്കുന്നു, പണി മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ആ ചെലവ് എല്ലാവരും കൂടെ ചെയ്തു പോകും. അത് സംഘടന മറ്റത് അങ്ങനെയല്ല, സങ്കീർണമാണ്. അത് ശരി. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ അങ്ങക്ക് ഈ കാപ്പി കൃഷി അല്ല മറ്റൊത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ജോൺ പൊറ്റാസ് എന്ന് പറയുന്ന ആൾ അറിയപ്പെട്ട കൂടുതലും കാപ്പി കൃഷി. എന്തായിരുന്നു കാപ്പി കൃഷി? ഇവിടെ ഹൈറേഞ്ചിൽ കാപ്പിക്ക് അത്ര പ്രസക്തി ഉണ്ടായിരുന്നു. 1978 എൻ്റെ ഓർമ്മ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങിയ സമയത്ത് അന്ന് കാപ്പിക്കുരു പറിച്ച് ഉണക്കി അത് ഡിപ്പോയിൽ കൊണ്ട് പൂള് ചെയ്തോളണം, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കാനൊക്കില്ല. കാപ്പിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. കാപ്പി ശക്തമായ നിയന്ത്രണമായിരുന്നു. എക്സൈസുകാരുടെ അനുവാദമുള്ള പൂളിംഗ് ഏജന്റുമാരുണ്ട്, അവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ലഹരി വസ്തുവൊന്നും അല്ലല്ലോ. പക്ഷെ അങ്ങനെ ആയിരുന്നു അന്നത്തെ നിയമം. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ പൂളി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിന് സപ്ലിമെന്ററി പ്രൈസ് വിതരണമുണ്ട്. അതായത് നമ്മൾ പൂളി ചെയ്യുമ്പോൾ 10 രൂപ നമുക്ക് കിട്ടിയാൽ അത് കഴിഞ്ഞ് അവരത് കൊണ്ടുപോയി കോഫി ബോർഡുകാർ കൊണ്ടുപോയി അത് വിൽക്കുമ്പോൾ 2 രൂപയും കൂടെ നമുക്ക് എക്സ്ട്രാ തരാനുണ്ടെങ്കിൽ അതിന് സപ്ലിമെന്ററി പ്രൈസ് എന്നാണ് പറയുന്നത്. അതിന് സാധാരണ കൃഷിക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ബോണസ് എന്നാണ്. അങ്ങനെ ബോണസ് വാങ്ങാൻ വേണ്ടി കോഫി ബോർഡിൻ്റെ ഓഫീസിൽ ചെല്ലണം. അവിടെ വരുമ്പോൾ അവിടുത്തെ ഓഫീസർ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇനി നാളെ വാ എന്ന് പറയും. അന്ന് ഇന്നത്തെ മാതിരി യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. തോക്കുപാറയിൽ നിന്നും ആനച്ചാലിൽ നിന്നും കുഞ്ചിത്തണ്ണിയിൽ നിന്നും ബൈസമാലിയിൽ നിന്നും ഒക്കെ വരുന്ന സാധാരണ കൃഷിക്കാർ അന്ന് വരുന്നത് തന്നെ വലിയ കഷ്ടപ്പെട്ട. ആകെ ഒരു ബസ് കാണും. ആ ബസ്സിൽ വന്നിട്ട് രാവിലെ വരും, തിരിച്ചു പോകുമ്പോഴത്തേക്കും രാത്രിയാവും. ആ ഒറ്റ ബസ് പോയാൽ പിന്നെ അന്ന് പോകാനേ ഒക്കില്ല അവർക്ക്. അന്ന് ഇന്നത്തെ മാതിരി ജീപ്പോ ഓട്ടോറിക്ഷയോ ഒരു കാലത്ത് കർഷകനെ പിടിക്കില്ലേ. അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോ അതിനെതിരെ എനിക്ക് ആത്മരോഷം തോന്നിയിട്ട് ഞാൻ അവരെയും കണ്ട് ഈ കോഫി ബോർഡിന്റെ ഓഫീസിലേക്ക് അവിടെ ചെന്ന് തർക്കം ഉണ്ടായി. അയാൾ എന്നെ അടിക്കാൻ വേണ്ടി അന്ന് ഒരു 4-5 അടി നീളമുള്ള റൂൾ തടിയുണ്ട്. അടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ റൂൾ തടി എടുത്ത് അയാളുടെ പ്യൂണിന്റെ കയ്യിലേക്ക് അയാളെ ഇട്ടുകൊടുത്തു മാനേജർ. അപ്പൊ പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന തോക്കുവാർക്കാരും ആനച്ചാലുകാരും ചാടി അകത്തേക്ക് സംഘർഷമായി. നല്ലൊരു സംഘർഷം നടന്നു അവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിനെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ തന്നെ പോലീസിനെ വിളിപ്പിച്ചു തൊട്ടടുത്ത പമ്പിൽ നിന്ന്. അന്ന് വിളിക്കണമെങ്കിൽ ഒക്കെ പാടാം, ഇങ്ങനെ കറക്കി നോക്കി ഇരുന്നൊക്കെ വേണം ടെലിഫോൺ വിളിക്കാൻ. അപ്പോൾ വിളിച്ചു. അപ്പോൾ പോലീസുകാർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നെ ഒരു ഓണിയേട്ടാ സാരമില്ലാന്ന് വിചാരിക്കും, ഞങ്ങൾ കേസെടുക്കുന്നില്ല, എന്നെ അടിക്കാൻ വടിയെടുത്തിട്ടു എന്നാണ് എൻ്റെ പരാതി. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ വന്നപ്പോൾ അറിയാതെ തന്നെ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടായി. അത് സംഘടനയായി വളർന്നു. അങ്ങനെയാണ് ഇടുക്കി ഡിസ്ട്രിക്ട് കോഫി ഗ്രോവേഴ്സ് യൂണിയൻ എന്നുള്ളൊരു സംഘടന ഉണ്ടാകുകയും ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അനവധി സെമിനാറുകൾ ഈ കാപ്പിയുടെ ഗുണമേന്മാപരമായ കൃഷി മെച്ചത്തിനും ഉൽപ്പന്ന മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള സെമിനാറുകൾ അനവധി നടത്തി, പല സ്ഥലങ്ങളിലായി നടത്തി. ആളുകളെല്ലാം ജോണിയേട്ടൻ കാപ്പി കൃഷിയുടെ ആളെന്ന നിലയിലേക്ക് വളർന്നത്. അന്ന് എനിക്ക് സ്വന്തമായിട്ട് കാപ്പി കൃഷി ഇല്ല. പിന്നീടുണ്ടായി. ഈ ഇപ്പൊ അടുത്ത കാലത്ത് ഈ കാപ്പി കൃഷിയിലും കുരുമുളക് കൃഷിയൊക്കെ ഉണ്ടല്ലോ. കുരുമുളക് കൃഷിയൊക്കെ തുടരുന്നുണ്ട്, അതൊക്കെയാണ് എനിക്കറിയാം. വേറെ ഒട്ടേറെ കൃഷികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ പൊറ്റാസ് ഫാം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ഒന്ന് മാറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ.
പൊറ്റാസ് ഫാം എന്നുള്ള പേര് 1948 മുതൽ ഇതിനുണ്ട്. അങ്ങനെയാണ് ഈ പേര്. അത് ഇതിന്റെ ശരി, പേര്. അത് ഇതിന്റെ പഴയ പേര്. പേരാണ്. അതെ അതെ. പക്ഷെ പൊറ്റാസ് ഫൺ ഫാം എന്നാണ് ഇപ്പോൾ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു വാട്ടർ ബോഡിയിലാണ്. ഉം. അതിന് മുകളിൽ ഒരു സ്പെഷ്യലി അറേഞ്ച്ഡ് ഒരു ബോയൻസി കോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഫ്ലോട്ടിംഗ് ആണല്ലോ. ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഒരു കാരണവശാലും പൊങ്ങില്ല. ഉവ്വ. ഇതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ഇത് ഇങ്ങനത്തെ ചിന്ത വരാൻ കാരണം 1992 എൻ്റെ ഓർമ്മ. അത് 90-ലാണ്. അന്നത്തെ ഓൾ ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഒരു അലുവാലിയ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ചിരപരിചിതമായ പേരാ. അതെ, അലുവാലിയ തിരുവനന്തപുരത്ത് ആ ഇടയ്ക്ക് വന്നേച്ച് പറഞ്ഞു, കേരളം എന്തിനായി കൃഷിയുടെ പുറകെ പോണേ? ഇത്രയും മനോഹരമായ സ്ഥലം, ടൂറിസ്റ്റ് അട്രാക്ഷൻ, ടൂറിസത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പരസ്യമായിട്ട് അദ്ദേഹം ആഹ്വാനം. അദ്ദേഹത്തിനെതിരെ അന്ന് കേരളത്തിലെ സർവ്വ രാഷ്ട്രീയ കക്ഷികളും ഒച്ചയുണ്ടാക്കുകയും ചെയ്തു. ഇയാള് എവിടെ നിന്ന് വന്നവനാ എന്നൊക്കെ നിലയിൽ. പക്ഷെ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് മുതൽ എന്തെങ്കിലും രീതിയിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ കാലത്ത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉണ്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത്, ആളുടെ പേര് ഞാൻ മറന്നുപോയി, അന്നത്തെ കളക്ടർ മറ്റേ ജെയിംസ് വൊറീസ്. അപ്പോൾ അവർ പുള്ളിയായിട്ട് സംസാരിച്ചു. അടിമാലി ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ വിളിക്കാൻ ചെന്നപ്പോൾ പുള്ളിക്ക് വളരെ എന്താ പറയുക, ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളിൽ നിന്ന് പുള്ളി തന്നെ ഇതിൻ്റെ അടിമാലി ഫെസ്റ്റിൻ്റെ ചെയർമാനായിരിക്കാൻ സമ്മതിച്ചു, ഡിസ്ട്രിക്ട് കളക്ടർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു വലിയ മുഖം ആ കാലത്തുണ്ടായത്. പിന്നെ അങ്ങനെ ആ ഇടയ്ക്ക് തന്നെ പിന്നെ വന്ന ഡിസ്ട്രിക്ട് കളക്ടർ ടി.കെ. ജോസിൻ്റെ കാലത്ത് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സ് ടൂറിസം രംഗത്ത് ഇടുക്കിയിലുണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഈ ലേക്ക് ഞാൻ മീൻ വളർത്തുന്ന ഒരു ലേക്കാണ്. അപ്പോൾ അന്നത്തെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഈ ഇത് കളക്ടറും ഒക്കെ പറഞ്ഞു, അതിനകത്ത് റോഡ് സൈഡില്ലേ വേണമെങ്കിൽ ഒരു ബോട്ട് കൊണ്ടുവന്നിടും, പെഡൽ ബോട്ട് കൊണ്ടുവന്നിടാൻ പറയും. അപ്പോൾ മൂന്നാറ് ഹൈഡൽ ടൂറിസത്തിൻ്റെ അവിടെ കിടന്ന ഒരു ബോട്ട് തൽക്കാലത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ വേണ്ടി തരികയും ഞാനിവിടെ കൊണ്ടുവന്നിട്ട് 2 മാസം ഇവിടെ ഓടിക്കുകയും ചെയ്തു. അതൊന്നും കാര്യമായ ടൂറിസ്റ്റുകളൊന്നും ഉള്ള കാലമല്ല. അതുകൊണ്ട് ഈ അയലക്കത്തുള്ളവരൊക്കെ കയറി എന്നുള്ളത് വെച്ചാൽ വേറെ ടൂറിസ്റ്റ് വണ്ടികളും ഒന്നും വരുന്ന കാലമല്ല. ഇതിന്റെ പ്രിമൈസസ് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഇതേമാതിരിയല്ല. ഇതൊരു വെറും ഒരു ലേക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അങ്ങ് തുടങ്ങി. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആ ലൈൻ വീണ്ടും വളർത്തിയെടുക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ 2017 എൻ്റെ എനിക്ക് ഈ മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം സ്നേഹിതന്മാരുണ്ട്. പിന്നെ ഞാൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നുകൊണ്ട് ഫിഷറീസ് കോളേജൊക്കെ അന്ന് അതിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടുത്തെയൊക്കെ സയൻറ്റിസ്റ്റുകളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമൊക്കെ. ഹാച്ചറികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഹാച്ചറികളുമായിട്ടല്ല, സയൻറ്റിസ്റ്റുകളുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ അവരുടെയൊക്കെ അഡ്വൈസും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ കുറേ വർണ്ണ മത്സ്യങ്ങളെ കൊണ്ടുപോയിട്ട് നോക്കാൻ തോന്നി. കാരണം അതിനു മുമ്പ് ചെയ്ത മുഴുവൻ മത്സ്യകൃഷിയും പരാജയമായിരുന്നു, അമ്പേ പരാജയമായിരുന്നു. ചെമ്മീൻ കൃഷി ചെയ്തു, മറ്റു മീനുകളെ വളർത്തി, ഒക്കെ പരാജയപ്പെട്ട് വെറുതെ സമയവും കാശും കളഞ്ഞതല്ലാതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മത്സ്യകൃഷി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടു. അത് ഒരു കൊല്ലം കൊണ്ട് വളർന്ന് വലുതായി, അപ്പോഴത്തേക്കും കാണാറായി. വർണ്ണ മത്സ്യങ്ങൾക്ക് പറ്റിയ ഒരു ജല കാലാവസ്ഥയാണ് നമുക്കുള്ളതെന്ന് മനസ്സിലായി. അല്ല, ഇവിടെ ഏത് മത്സ്യത്തിനും വളരാം. പിന്നെന്തുകൊണ്ടാണ് ആദ്യം പരാജയപ്പെട്ടത് എന്താ വെച്ചാൽ ഒരാളും വിജയിക്കാറില്ല എന്നുള്ളതാണ്. മത്സ്യകൃഷി നടത്തി ഒരുതരം നന്നായതായിട്ട് രക്ഷപ്പെട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ട്, ആരാന്നറിയോ? ഒരു പശുവിനെ വളർത്തി പാല് കറന്ന്, അല്ലെങ്കിൽ 2 പശുവിനെ സ്വന്തം നിലയിൽ വളർത്തി അതിന് പുല്ല് മുറിച്ചിട്ട് കൊടുത്ത് പാല് വിറ്റ് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ
20-25 പശുക്കൾ ഒന്നിച്ചു വളർത്തി മുമ്പോട്ട് പോയവരാരുമില്ല. വളരെ അപൂർവമായിട്ട് ചിലരൊക്കെ ഉണ്ടെന്നുള്ളൂ, ജനറലായിട്ടില്ല. അവരൊക്കെ നിർത്തി പോകും. ഇതൊന്നും ലാഭകരമല്ല. ഈ വിലയ്ക്കൊന്നും ഇതൊന്നും കൊണ്ടുനടക്കാൻ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ നമ്മുടെ ലേക്കിലില്ല. അത് ഈ 2018 പ്രളയത്തിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗം എല്ലാം വെള്ളം കയറി പോയായിരുന്നു. അപ്പോൾ എൻ്റെ മത്സ്യങ്ങൾ, ഈ വർണ്ണ മത്സ്യങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടു. അതോടൊപ്പം മറ്റു മത്സ്യങ്ങൾ കയറുകയും ചെയ്തു. അങ്ങനെ ഇതിനകത്ത് മുഴിയുണ്ട്, വരാലുണ്ട്, അങ്ങനെയുള്ള പല മത്സ്യങ്ങളും ഉണ്ട്. വർണ്ണ മത്സ്യങ്ങൾക്ക് ഭീഷണിയുണ്ടോ? അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയുണ്ട്. പിന്നെ വലിയ മുഴി എന്ന് പറഞ്ഞാൽ ഒരു 5-10 കിലോയൊക്കെയുള്ള മുഴിയുണ്ട് ഇതിനകത്ത്. അത് വലിയതിനെയും ചിലപ്പോൾ പിടിച്ചു തിട്ടുമായിരിക്കാം, നമുക്കറിയാൻ പാടില്ല. ഇതിന്റെ ഈ വർണ്ണ മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് അതിന് പ്രത്യേക സുരക്ഷ കൊടുക്കുന്നുണ്ടോ? ഇതിനകത്ത് പ്രജനനം നടക്കില്ല, ഈ ലേക്കിൽ ഓപ്പൺ സ്പേസിൽ നടക്കില്ല. അത് ശരി. അപ്പോൾ അതിന് ഞാൻ അവിടെ പ്രത്യേകമായ സംവിധാനമുണ്ട്. ഇതുങ്ങൾ അങ്ങോട്ട് അല്ല, അങ്ങോട്ട് പോവുകയല്ല. ഇതിൽ നിന്ന് മുട്ടയിടേണ്ട ഫീമെയിലിനെയും അതിന് മെയ്റ്റ് ചെയ്യേണ്ട മെയിലിനെയും ഒന്നിച്ച് ഒരു ഹാപ്പാനെറ്റിലിട്ട് അത് മുട്ടയിട്ട് കഴിയുമ്പോൾ അതുങ്ങളെ മാറ്റി പിന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്തി അതിന് വലുതാകുമ്പോൾ ഇതിലേക്ക് വിടും. ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. അവരുടെ അഡ്വൈസ് വാങ്ങും. കാരണം എനിക്ക് സയൻറ്റിസ്റ്റുകളുടെ അഡ്വൈസ് കിട്ടാൻ ഒരു വിഷമവുമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ ഫിഷറീസ് വകുപ്പ് കോളേജ് മുഴുവൻ അതിൻ്റെ കീഴിലായിരുന്നു. അത് ശരി. ഇപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് ലാഭകരം എന്ന് ചേട്ടനോട് ചോദിക്കുന്നത് ഒരിക്കലും ശരിയല്ല സാർ. എന്നാലും ഇത് നമുക്ക് നമ്മുടെ നിത്യചെലവ് നടന്നു പോകുന്ന സംവിധാനങ്ങളാണോ ഉള്ളത്? വലിയ തുക ലോണുണ്ട്. അത് കുറേശ്ശെയൊക്കെ അടഞ്ഞു പോകണു എന്നല്ലാതെ ലാഭകരം എന്ന് നമുക്കിതിൽ നിന്ന് ലാഭം എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ലോക സഞ്ചാര ഭൂപടത്തിൽ തന്നെ ഏറ്റവും ഏതാണ്ട് ഒരു 10-15 ഡെസ്റ്റിനേഷൻ എടുത്താൽ അതിലൊന്നാണ് മൂന്നാർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇവിടെ കിട്ടണ്ടേ? കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കൊച്ചിയിൽ വരുന്നവർ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ മൂന്നാറിലേക്കാണ് ഡെസ്റ്റിനേഷൻ വെക്കുന്നത്. ഇത് ഇൻ ബിറ്റ്വീൻ കൊച്ചി ആൻഡ് മൂന്നാറാണ്. അപ്പം ഇത് മൂന്നാറാണെന്ന് പറയില്ല. അപ്പം ആനച്ചാലുകാരൊക്കെ പറയുന്നത് ആനച്ചാലാണ് മൂന്നാറെന്ന്. ഇതാണ് മൂന്നാർ. ഇരുട്ടുകാനം തൊട്ട് മൂന്നാറെന്ന് എഴുതി വെക്കുന്നത് അതാണ്. അങ്ങനെ അടിമാലിയിൽ എഴുതി വെക്കാൻ സാധിക്കുമോ? എഴുതി വെച്ചാലും കാര്യമില്ലല്ലോ. ഞാൻ അവസാനമായി സമയം കഴിയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും ചോദിക്കാറുണ്ട്. ഈ എന്തുകൊണ്ടാണ് ഈ അടിമാലിക്ക് ഈ പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിന്റെ ഒരു സത്യത്തിൽ ഇവിടുത്തെ പഞ്ചായത്തോ മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ നോക്കിയാൽ ഈ അടിമാലിയെ മൂന്നാറിന്റെ ഈ ഭൂപടത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൂടാ? അതൊക്കെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി വിചിന്തനം നടത്തേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഈ ഫാം. അതെ, പക്ഷേ നമുക്കിത് കൊണ്ടു നടക്കണമെന്ന് വരികിൽ ഇപ്പൊ ആയി തുടങ്ങി കേട്ടോ. ധാരാളം ഇതിന് ചുറ്റും ഒത്തിരി ഹോം സ്റ്റേകളുണ്ട്. ഒരു 15-20 ഹോം സ്റ്റേയെങ്കിലും ഇവിടെ തന്നെയുണ്ട്. അടിമാലിക്ക് ടൗണിലും അതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട്, ആയി വരുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തതിനൊരു കാരണം വലിയ മുതൽ മുടക്ക് വേണ്ട സംഗതികൾക്ക് മുടക്കാൻ ആളില്ല എന്നുള്ളതാണ്. പിന്നെ ജനപ്രതിനിധികളായിട്ട് വരുന്നവർക്ക്, ഇതേവരെ വന്നിരുന്നവർക്ക് ആർക്കും ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയാണെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല. ജനത്തിന് ഇല്ലാത്തതുകൊണ്ട് ജനപ്രതിനിധികൾക്കും ഉണ്ടായിട്ടില്ല. കുരങ്ങാട്ടി മലയിലേക്കുള്ള വെള്ളച്ചാലിൻ്റെ കുറെ കൂടിയുള്ള ഡെക്കറേഷൻ, ഒപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അടിമാലി, ഇതൊക്കെയായിട്ട് ശരിക്ക് നമ്മുടെ പഞ്ചായത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരുപക്ഷെ അടിമാലിയിൽ ഈ ടൂറിസ്റ്റുകളെ ഇപ്പൊ കുറെ ഹോട്ടലുകാർക്ക് മാത്രമാണ് മെച്ചമുള്ളൂ. അല്ലല്ല, ഇപ്പൊ ഒത്തിരി ഹോം സ്റ്റേകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെച്ചമൊക്കെ ഉണ്ടായി വരും. കാരണം പിന്നെ ചേഞ്ചസ് എപ്പോഴും വളരെ സ്ലോ ആയിട്ട് വരുള്ളൂ. പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ വളരെ സ്ലോ ആയിട്ട് വരും. അടിമാലിയെ സംബന്ധിച്ചിടത്തോളം അത് വരും എന്ന കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടെങ്കിലേ പിന്നെ ഉറപ്പായിട്ടും അത് ഇവിടെയൊക്കെ വന്നേച്ച് ഈ ഫോറിനേഴ്സും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസും അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരൊക്കെ എവിടെയൊക്കെ നിന്നേച്ച് പറയണ കേട്ടാല്
ഇത് നമ്മുടെ സ്ഥലമാണോ നമ്മൾ നമ്മൾ സ്വപ്നലോകത്ത് നമ്മൾ തന്നെ സ്വപ്നലോകത്തായി പോകും. ആയിപ്പോവും. ആയിപ്പോവും. ഓ എന്ത് മനോഹരം, എന്ത് മനോഹരം, അല്ല, നല്ല ഹൈ ആംബിയൻസ്. കൃത്യമാണ് അവര് അത് പറയുന്നതിനകത്ത് ഇതിനൊക്കെ സംശയമൊന്നുമില്ല. കാരണം ഈ കുളിർമയും കാറ്റും ഈ കാടിന്റെ വന്യതയും കാടിന്റെ സൗന്ദര്യവും ഇതെല്ലാം കൂടി അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ 50 അടി അകലത്തുള്ള റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു അന്തരീക്ഷം അല്ല നമ്മൾ ഈ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമാണ്. അതാണ്. അതാണ്. അപ്പൊ ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും സംസാരിക്കും. സമയം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. വളരെയേറെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഏതായാലും ജോസിന് നന്ദി പറയുന്നു. ഓക്കെ മീഡിയ